അബ്ബാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹമായിട്ടാണ് ഈശോ മതത്തെ മാറ്റിയത്. നമ്മുടെ ബന്ധം, മതം എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ, ബന്ധം. മതമൊന്നും വിളിക്കേണ്ട കാര്യമില്ല, റിലേഷൻ. നമ്മൾ തമ്മിലുള്ള ദൈവമായിട്ടുള്ള റിലേഷനെ ദൈവം എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമായിട്ട് മാറ്റി. ആ ബന്ധമാണ് റിലേഷൻ, അതാണ് മതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബന്ധമെന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൽ എന്താണ്? ആ ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ക്ഷമ. എന്താണ്? സഹിക്കുന്ന സ്നേഹം. പിന്നെ എന്താണ്? സമാധാനം, കാത്തിരിക്കുന്ന സ്നേഹം. കാത്തിരിപ്പിന് ഇത്തിരി ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിതാവിനുള്ള സ്നേഹം വെച്ചുകൊണ്ട് ആ കാത്തിരിപ്പിൻ്റെ ഒരു വിരസത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ്? ക്ഷമ. ഇതെല്ലാം എന്താണ്? ക്ഷമയും സമാധാനം എന്തിൻ്റെതാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവാനുഭവം സാധ്യമല്ലാത്തത്. എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ ഒന്നാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ എൻ്റെ ഒരു നിയോഗം എന്താണ്? പരിശുദ്ധാത്മാവെന്ന് എഴുതണം. എന്താ കാര്യം? പരിശുദ്ധാത്മാവിന് നമ്മൾക്ക് ലഭിക്കാൻ, നമ്മൾക്ക് പണം കൊടുക്കാൻ, അതിന് ജീവൻ കൊടുക്കാൻ മതിയാകാത്തത് കാരണം അതിനു വേണ്ടിയാണ് ഈശോ വില കൊടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയും പാപത്തിന് പരിഹാരമായിട്ടാണെന്ന്. അന്നത്തെ മനുഷ്യന്, ക്രിസ്തുവിന് മുമ്പുള്ള മനുഷ്യന്, യെശയ്യായ്ക്കൊക്കെ അത്രയുമേ വെളിപാട് അവർക്ക് അനുവദിച്ചുള്ളൂ. അവർക്ക് കിട്ടിയ അനുവദിച്ച് കിട്ടിയ വെളിപാട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക്, ക്രിസ്തുവിന് ശേഷം വന്നവർക്ക് കൂടുതൽ വെളിപാട് കിട്ടി. അതാണ് പരിശുദ്ധാത്മാവ് അവർ കൂടുതൽ സംസാരിക്കണത്. പക്ഷേ ഇത് ആദ്യം സംസാരിച്ച ആരോടാണ്? അമ്മയോടാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആദ്യ വാക്ക് ദൈവം സംസാരിക്കണ ആരോടാണ്? വെളിപാട് കൊടുക്കുന്ന ആർക്കാണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? പരിശുദ്ധാത്മാവ് വേണ്ട രംഗപ്രവേശം ചെയ്യണം. കണ്ട ആരോടാണ്? ഫസ്റ്റ് കൈനീട്ടം പോലെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ആർക്കാണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയണ ആ സെക്കൻഡിൽ തന്നെ എന്ത് സംഭവിക്കും? മറിയത്തിലെ സംശയമില്ലാതെ വിശ്വസിക്കും മറിയം. അവിടെയാണ് വിഷയം. മറിയം അമലോത്ഭവയാണെന്ന് പറയാൻ കാരണം ഈ പാപത്തിൻ്റെ ലാഞ്ചനകളോ പാപത്തിൻ്റെ പ്രകൃതിയോ പാപത്തിൻ്റെ ശീലങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നതാണ് സംശയം. അതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയിൽ 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണമെന്നും കുമ്പസാരിക്കാൻ പറ്റാത്ത അതിനുള്ള സംവിധാനം ഇല്ലാത്ത ആൾക്കാർ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോടുള്ള ഒരു നിഷ്കളങ്കമായ സ്നേഹമില്ലെങ്കിൽ, അതായത് ദൈവത്തോടെ സ്നേഹമെന്ന് പറയുമ്പോഴേ തൻ്റെ നിഷ്കളങ്കമായിരിക്കണം. അത് വേറെ ഉദ്ദേശം വെച്ചുള്ള സ്നേഹമായിരിക്കരുത്. എഫെസസ് 1:4 എടുത്ത് തന്റെ മുമ്പാകെ, എഫെസസ് 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. അതിൻ്റെ വേറെ ഉദ്ദേശമൊന്നും ഇല്ലാത്ത സ്നേഹമാണ്. അതാണ് പരിശുദ്ധ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം പലതും അളട്രേറ്റഡ് സ്നേഹമുണ്ട്, വേറെ എന്തൊക്കെ കലർപ്പുള്ള സ്നേഹമുണ്ട്. ഇതങ്ങനെയല്ല. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എൻ്റെ ദൈവപൈതലേ, നീ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അനാദികാലം മുതലേ ദൈവം നിന്നെ ക്രിസ്തുവിനെ കേൾക്കാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും വർത്തമാനകാല രൂപമാണ് നിന്റെ ഇവിടെയുള്ള ഇരിപ്പും കേൾവിയും. കൈയടിക്കട്ടെ. ഒരുമിച്ച് പാടുക. ദൈവം
യേശുവേ അമ്മ നന്മ നിറഞ്ഞോരമ്മ ദൈവം തന്നോരമ്മ യേശുവേ അമ്മ നന്മ നിറഞ്ഞോരമ്മ അമ്മേ ആശ്രയമേ അമ്മേ ശാശ്വതമേ അമ്മേ ആശ്രയമേ അമ്മേ ശാശ്വതമേ മക്കളാ ആനന്ദമേ മക്കളാ ആനന്ദമേ ദൈവം തന്നോരമ്മ യേശുവേ അമ്മ നന്മ നിറഞ്ഞോരമ്മ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ എന്താ വരണം എന്ന് നോക്കിയേ, ദൈവസ്നേഹം കൂടുമ്പോൾ എന്ത് പറ്റും? സംശയം കുറഞ്ഞു വരും. ദൈവസ്നേഹം കൂടുമ്പോഴേ സംശയം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവസ്നേഹം ലക്ഷ്യം വെച്ചാൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുന്നത് ചെയ്യുമ്പോൾ അവർ വല്ലതും പറയുക, പത്രം കൊടുക്കുമ്പോൾ അവർ വല്ലതും പറയട്ടെ, നമ്മുടെ തന്തക്ക് തന്നെ വിളിക്കട്ടെ. അതിന് തന്ത ഉണ്ടല്ലോ, അപ്പം വിളിക്കും നമ്മളെ. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലാത്തതൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ കർത്താവിനെ പ്രതി അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പോൾ ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പോൾ നമുക്ക് സന്തോഷം തോന്നില്ലേ? എന്താണ് എൻ്റെ സ്നേഹം കൂടി, കർത്താവിന് വേണ്ടി ഞാൻ അത്രയും സഹിച്ചു. അപ്പോൾ എന്ത് രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റുമെന്ന് അറിയാമോ? അതായത് സംശയം കുറയുകയും ചെയ്യും. ഈ സംശയം കുറയണമെങ്കിൽ എന്ന് മാതാവിന് എന്താ സംശയമില്ലാഞ്ഞത്? അവർക്ക് പാപമില്ലാഞ്ഞ കൊണ്ടാണ്. അതാണ് സംശയമില്ലാത്തതിൻ്റെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ വിശുദ്ധിയും ദൈവസ്നേഹവും നമ്മുടെ സംശയവും തമ്മിൽ കണക്റ്റഡാണ്. ശരിക്കും നമ്മുടെ കിഡ്നി ഹാർട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണമല്ലേ? കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും. അത് തന്നെ കാര്യം. അതങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ബേസ്ഡ് അടിച്ചിരിക്കുക. കിഡ്നിയും ഹാർട്ടും പ്രഷറിൻ്റെ ഒരു അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ ഇവരെ ഈ രണ്ട് ഫാക്കൽറ്റിനും ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രശ്നം. ദൈവസ്നേഹം കൂടുകയാണെങ്കിൽ സംശയം കുറയും. സംശയം കുറയുകയാണെങ്കിൽ എന്ത് പറ്റും? വിശ്വാസം കൂടി വരും. ഇതെല്ലാം ഇൻ്റർകണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിന് കൊണ്ടുപോയല്ല വളം വെക്കേണ്ടത്. പിന്നെ എന്താണ്? ദൈവസ്നേഹത്തിന് വളം കൊടുക്കണം. ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ക്ഷമ, സമാധാനം, അങ്ങനെ പോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇപ്പോഴെന്താണ് ഇപ്പോൾ മാതാവിനോട് പറയുമ്പോൾ അതായത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴേ അതിനല്ലേ ആ വല്യപ്പനെ ചോദിച്ചത്. യോഹന്നാൻ്റെ അപ്പൻ, അങ്ങനെ പേരെന്നാ? സക്കറിയ. സക്കറിയ ചോദിച്ചത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വയസ്സനല്ലേ, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളെ. അതെന്നെ അമ്മയും ചോദിച്ചത്. പക്ഷേ പണി മേടിച്ചതാരാണ്? സക്കറിയ. അമ്മ പണി മേടിച്ചില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്തത്? എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉടനെ മാലാഖ് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുന്നതും വന്നുവെന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാലും ദൈവത്തിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസിൽ ജീവിക്കുന്ന ആളാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഭൂതമുണ്ട്, വർത്തമാനമുണ്ട്, ഇല്ലേ? ദൈവത്തിന് ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല. ദൈവം തന്നാൽ താനായിരിക്കുന്നു, അനാദിയായിരിക്കുന്നു, ആദികാരണനായിരിക്കുന്നു. കണ്ട അപ്പോൾ പോക്കണ്ടില്ലേ? ദൈവത്തിന് കാരണം പോലും ഇല്ല. അപ്പോൾ ദൈവത്തിന് കാലവുമില്ല, കാരണവുമില്ല. ദൈവത്തിന് കാരണവുമില്ല, കാലവുമില്ലാത്ത കാരണം ദൈവം ഒരു കാലത്തിൽ പറഞ്ഞാൽ അതിനെല്ലാം എവർ പ്രസൻ്റാണ്. ഹിസ്റ്റോറിക്കൽ പ്രസൻസ് എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് അതായത് ചരിത്രപരമായ വർത്തമാനം. ദൈവം വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വന്നുവെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. വരുമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വന്നതിന് തുല്യമാണ്. കാര്യം ഹീസ് ഇൻ ഹിസ്റ്റോറിക്കൽ പ്രസൻസ്. ഇതുപോലെ തന്നെ അമ്മ എന്ത് ചെയ്ത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞ ഓട്ടം ആ ടൈമിൻ്റെ ആ ഇപ്സഫാത്തോ ആ ബൈ ടൈം ആ സെറ്റ് ടൈമിൽ തന്നെ ശരിക്കും പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞപ്പോൾ എന്താ അമ്മ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. കണ്ട ഉണപ്പൊക്കണ്ട. അതായത് എന്തുമാത്രം പാപം കുറഞ്ഞിരിക്കുന്നുവോ അത്തരം വെളിപാടുകളെ സ്വീകരിക്കാനും സംശയം കുറയാനും കൃപയും നിറയാനും ഇടയാകും. അപ്പം നമ്മൾ കൃപാസനം പാപത്തെ ഇങ്ങനെ പരിശുദ്ധാത്മ കിട്ടാനുള്ള ഇടപാടായിട്ട് ഇങ്ങനെ എണ്ണി പെരുക്കി അങ്ങനെ ഞാൻ പ്രസംഗിക്കാറില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് ആധ്യാത്മിക ജീവിതം പരിപോഷിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഞാൻ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്താണ് സംസാരിക്കണത്. ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം സ്നേഹമാണ്. ദൈവസ്നേഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധാത്മാവിന് പ്രാധാന്യമുള്ളത് കാരണം എന്ത് പറ്റും? പാപം. അതാണ് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ
പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയാം അല്ലേ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനുമില്ല. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തിട്ട് പറയും, മേരി ഇന്ന് വരെ പറഞ്ഞതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയും. നിന്നോടാണ് ആദ്യമായിട്ട് ഈ വെളിപാട് പറയണത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് എന്നുള്ള പേരുള്ളത് ഇപ്പോഴാണ്. പണ്ട് ആദ്യ ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു, അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവല്ലേ? ആണ്. പക്ഷെ അവിടെ വിളിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ്. എസെക്കിയേൽ 37 വിളിക്കണത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടുപോയി, മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അസ്ഥികൂടങ്ങൾ. അവൻ ജീവിക്കുമോ? കർത്താവെ അങ്ങേക്കറിയാം. അവിടെ എന്താണ്? കർത്താവിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്. മറിയത്തോട് പറയുമ്പോഴാരും പരിശുദ്ധാത്മാവെന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്താ കാര്യം? അടി തുടങ്ങാൻ പോകണമെന്നതിൻ്റെ അർത്ഥം ആർക്കാ മനസ്സിലാകാത്തത്? മനസ്സിലാകുന്നതിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അടി തുടങ്ങാൻ പോകുകയാണ്. എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അശുദ്ധാത്മാവിൻ്റെ അവതാരമായിട്ടല്ല മറ്റേ പാപരൂപം വരണത്. അപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്യാൻ ക്രിസ്തുവിന് മനുഷ്യാവതാരത്തിലൂടെ വചനം മാംസമാകുന്ന ആ സ്വർഗീയ പ്രക്രിയയിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിനക്കും സ്ത്രീക്കും തമ്മിൽ 33:15 വർക്കൗട്ട് ചെയ്യും. എന്താ കാര്യം? ഇനി അശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. അശുദ്ധാത്മാവുണ്ട്, അതുമായിട്ടാണ് ഇനി യുദ്ധം വരാൻ പോണത്. അതിനെ മറിയത്തെ തന്നെ എക്വിപ്പ് ചെയ്യാണ്. മറിയത്തിലൂടെ ജനിക്കുന്നവനാണ് അവൻ്റെ തലയെ തകർക്കാൻ പോണത്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെ തേരെ പിടിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെ തേരെ പിടിക്കാം. ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുവരെ ചുറ്റിലിരുന്നവരാം. ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുവരെ ചുറ്റിലിരുന്നവരാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജയിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജയിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജയിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദിവസം കൂടാം. ദിവസം കൂടുമ്പോൾ ഇത് പറ്റും, സംശയം കുറയും അല്ലേ? ഇങ്ങനെ വരണം. അപ്പോൾ വിശ്വാസം വർദ്ധിക്കും. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ, അപ്പം വിശ്വാസം വർദ്ധിക്കുമ്പോൾ അമ്മ എന്ത് പറയും? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എന്നിട്ട് പിന്നീട് പരിശുദ്ധാത്മാവ് വീണ്ടും മറിയത്തോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര്? മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് നേരിട്ട് മറിയത്തിൻ്റെ അടുത്ത് വരും. ആരിലൂടെ? എലിസബത്തിലൂടെ വരും. എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് മറിയം പറയും, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു, മേരി, കർത്താവ് മംഗളവാർത്ത സമയത്ത് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. അവിടെ അരുളി ചെയ്തത് ആരാണ്? പിതാവായ ദൈവമാണ് അരുളി ചെയ്തത്. ഇപ്പോൾ അരുളി ചെയ്യാൻ പോണത് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. കാര്യം പുത്രനായ ദൈവമാണ് മനുഷ്യാവതാരം ചെയ്യാൻ പോണത്. അതുകൊണ്ടാണ് ആദ്യം കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യം. ലൂക്ക 1:45 എടുത്ത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. മംഗളവാർത്ത സമയത്ത് മാലാഖ വഴി കർത്താവ് പിതാവായ ദൈവം, ലോഡെന്നാണ് പറയണത്, ഫാദറാണത്. അതായത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അനുഗ്രഹീത എന്നാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ വരാൻ പോകുന്ന, ഇപ്പം ഇതാരെ പരിശുദ്ധാത്മാവോടെ നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീത. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിൻ്റെ ഒരു ഘടന കണ്ടില്ലേ? അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് 16 നമ്മൾ വായിച്ചു. ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ആണ് മാലാഖ മറിയത്തോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മറിയം വിശ്വസിച്ചപ്പോൾ അത് വന്ന പോലെയായി. അത് തന്നെയാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിന് കൺകറൻസ് കൊടുക്കുന്നത്. എന്താണ്? മേരി,
നീ വിശ്വസിച്ചു, വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു, അപ്പം നീ വന്നതുപോലെ വിശ്വസിച്ചു, അപ്പം നീ അനുഗ്രഹീതയാണെന്ന്. അത് അനുഗ്രഹീത, അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിറവോടുകൂടി വന്നതുപോലെ അനുഭവിച്ചാൽ വരാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ നമുക്ക് അവകാശം അനുഗ്രഹം പ്രാപിക്കാം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്ത് അവസ്ഥയിലാണെങ്കിലും ഉടമ്പടി എടുത്ത ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഹീലിംഗ്, അടയാളങ്ങളും ധൈര്യവും സമാധാനവും ക്ഷമയും കിട്ടണം? എന്തുകൊണ്ടാണ്? അവരതിൽ വിശ്വസിക്കുകയാണ്. ചില ആൾക്കാർ ഉടമ്പടി പുതുക്കിയാലും അവർക്ക് പറയുന്ന സമാധാനം ചിലർക്ക് കിട്ടണില്ല. എന്താ കാര്യം? അവരപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അവർക്ക് അവരെ തന്നെ സംശയമാണ്. സംശയമുള്ള ആൾക്കാർക്കുള്ള ഗുണം, നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അത് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി. ഉടമ്പടിയിൽ ഇപ്പോൾ പത്രം കൊടുക്കാൻ എടുക്കുന്ന സമയം അത് വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ 1, 2 കൊടുത്ത് ആർക്ക് കൊടുത്തും എപ്പോൾ കൊടുക്കും, ന്യൂട്രായിട്ട് കൊടുക്കും. ചില ആൾക്കാർ കടയിൽ കുത്തിയിരിക്കും. വരുന്നവർക്കൊക്കെ ഒരു മുടക്കില്ലല്ലോ, വരുന്നവർക്കെല്ലാം വെറുതെ കൊടുക്കും. പുറത്തിറങ്ങത്തില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പെയിൻറ്റ് പോകുന്ന പറഞ്ഞ് ഉണ്ടാക്കത്തില്ല. അവർക്ക് കടയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വെറുതെ കൊടുക്കും വരുന്നവർക്ക്. ഇത് കൊണ്ടേ വായിക്ക് എന്ന് പറയും. അപ്പം അവർക്ക് ഏതായാലും അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് അത് ചെയ്യണത്. അപ്പോൾ അവർക്ക് സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ ലാഗ് ചെയ്യും. ആരും കുഴപ്പമില്ല, അവർ തന്നെ ഉണ്ടാക്കണതാണ്. സ്വയമായിട്ട് കുഴിക്കണത്. കാരണം അവർക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഇരിക്കുന്ന ജോമോൾ തന്നെ നോക്കിക്കേ, അവർക്ക് അവർ ഫുൾ ടൈമിൽ പ്രവർത്തിക്കുകയാണ്. അവർ MDH മാസ്റ്റർ തിയോളജിക്ക് വേണ്ടി ആലുവ പഠിക്കുകയാണ്. പക്ഷേ എന്നിട്ട് ഇവിടുന്ന് പത്രം കാവി കൊണ്ടുപോയി ആലുവ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും. റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും കൊണ്ട് നടന്ന്. അതെന്താ കാര്യം? ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പരിപാടിയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാകത്തില്ല, നമുക്ക് ബോധ്യം ഉണ്ടാകും. ബോധ്യം ഉണ്ടാവുമെങ്കിൽ എല്ലാം കർത്താവ് വേണ്ട സമയത്ത് ക്രമീകരിക്കും. ദൈവത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മളെന്ത് നോക്കാനാണ്? ദൈവം നമ്മളെക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ കണ്ടും അതിനേക്കാൾ ഈ ഭൂമി സൃഷ്ടിച്ച അപാരതയുടെ ഒരു ദൈവമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെങ്കിൽ എങ്ങനെയാവും? 90 ദിവസം പിടിച്ച് നിൽക്കണം. 90 ദിവസം പിടിച്ച് നിൽക്കണം. അത് കഴിയുമ്പോൾ ഭക്തി, 90 ദിവസം പത്തി, 91 ദിവസം പത്തി. അതാണ് സംഭവം. ഉടമ്പടി വർക്ക് ചെയ്യാത്തതാണ്. 90 ദിവസം പത്തി, 91 ദിവസം പത്തി. പഴയ സ്വഭാവം, പഴയ ആളായിട്ട് മാറും. ചില ആൾക്കാർ പത്തി ഒരുമിച്ച് കൊണ്ടുപോകും. അത് ഭയങ്കര മൂർഖനാണ്. മാതാവേ, അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. ദൈവത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഉള്ള റിസ്ക് എന്ന് പറയുന്നത്. ഉടമ്പടിയിലെ റിസ്ക് എന്ന് പറയുന്നത് അതാണ്. കാര്യം എന്താ? ഞാനിങ്ങനെ പറയാം, പല ആൾക്കാർക്കും ദൈവത്തെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. എന്താ കാര്യം? അവർ ദൈവത്തെ കണ്ടിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ പുസ്തകത്തിലുള്ള നോളജും എവിടെയെങ്കിലുമൊക്കെ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുകയും വല്ല പ്രസംഗമൊക്കെ കേൾക്കുന്ന ഒരു നോളജോ, അങ്ങനെയല്ല. ഞാൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ലക്ഷം മനുഷ്യരെ ഞാൻ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടു. ഞാൻ തന്നെ നേരിട്ട് മാതാവിനെ കണ്ട ആളാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചെല്ലാം കൃത്യതയുണ്ട്. പക്ഷേ അനുഭവജ്ഞാനമാണുള്ളത്, ആശയജ്ഞാനമല്ല. ഇത് ഇന്നവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഐഡിയലായാലും ശരി, റിയൽ വരുമ്പോൾ തോറ്റുപോകും. അത് അനിവാര്യമായ ആശയത്തിൻ്റെ തോൽവിയാണ് അനുഭവത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നത് അനുഭവജ്ഞാനം. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ബിബ്ലിക്കൽ തിയോളജി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും. എൻ്റെ മനസ്സുടനെ പറയും. അങ്ങനെ ഒരു ശാസ്ത്രമില്ല. ബിബ്ലിക്കൽ തിയോളജി സംബന്ധിച്ച് ശാസ്ത്രമുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ പഠിക്കണം അതാ MDH മാസ്റ്റർ ചെയ്യണവർ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ബിബ്ലിക്കൽ തിയോളജി സബ്ജക്റ്റ്. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും. ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്.
അത് താത്വിക ജ്ഞാനത്തിന് അവിടെ വലിയ സ്പേസ് ഇല്ല. മനുഷ്യന് അനുഭവം അല്ലെന്നുണ്ടെങ്കിൽ ഇത് അപ്രസക്തമായി തീരുകയും ചെയ്യും. മനുഷ്യനില്ലാതെ ദൈവം നിലനിൽക്കും, ദൈവവചനവും നിലനിൽക്കും. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? മനുഷ്യന് വേണ്ടിയാണ് യേശുക്രിസ്തു പോലും മനുഷ്യാവതാരം ചെയ്തത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവതാരം ചെയ്താൽ പോരെ? അപ്പം മനുഷ്യനാണ് പ്രാധാന്യം. ഈശോയ്ക്കും അറിയാം എന്താണ് സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. സാബത്ത് മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ വചനവും വചനത്തിൻ്റെ വ്യാഖ്യാനവും സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും എല്ലാം എന്താണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടിയും ഈ കാലം നമ്മളെപ്പോഴും ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ തിരിച്ചെത്തിച്ചേരാൻ വേണ്ടിയുള്ള സംവിധാനമാണ് സഭയെന്ന് പറയുന്നത്. കയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രയോഗത്തിൽ കൊണ്ടുവരുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ആധ്യാത്മികതയുടെ അടിസ്ഥാനമായിട്ട് ഞാൻ മറിയത്തെ അവതരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഈ ഭൂമിയുടെ അനുഭവങ്ങളിലെ അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയുമാണ് മറിയമെന്ന് പറയുന്നത്. ആധ്യാത്മിക അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയാണ്. എന്താ കാര്യം? ഒന്ന്, അവർ പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ, പരിശുദ്ധാത്മാവ് ഗർഭം ധരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നാണക്കേടും മാനക്കേടും സ്ത്രീയെപ്പോലെ അനുഭവിച്ചിട്ട് അവർ പെരുവഴി പ്രസവിക്കാൻ വേണ്ടി ദൈവം വിടുകണവരാണ്. അപ്പോൾ ഒരു മനുഷ്യനെ അനുഭവിക്കും. നിങ്ങൾക്ക് വീടില്ല, വഴിയില്ല, ജോലിയില്ലെന്ന് പറയുമ്പോഴൊക്കെ ഇവിടെ പറഞ്ഞാൽ ആദ്യം ഒന്ന് ചിരിക്കും, പിന്നെ പറയും സാരമില്ല, ഞാൻ ഇതിനേക്കാൾ ഗതികെട്ടാണ് പ്രസവിച്ചത്, എങ്കിലും നിനക്ക് ഞാൻ തരാമെന്ന് പറയും. അത് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചിട്ട് അവസാനം ഈ മകനെ ഈ നഗ്നനായിട്ട് തുണിയെ കെട്ടിയിട്ട് ഒരു കുറവ് ഇറച്ചിയായിട്ട് ഇങ്ങനെ മടിയിലെടുത്തിട്ട് ഇവരെ കല്ലറയിൽ വെക്കാൻ വേണ്ടി കൈ നീട്ടി കൊടുക്കും. പിന്നെ ഇവരെ കാണത്തില്ല, ക്രിസ്തുവിനെയും കാണത്തില്ല. ഞാനെപ്പോഴും ഓർക്കും, കല്ലറയിൽ അപ്രത്യക്ഷമായത് ഈശോ മാത്രമല്ല, മറിയവും അപ്രത്യക്ഷമായി. ബൈബിളിലും പിന്നെ മറിയത്തെക്കുറിച്ച് അധികം പറയത്തില്ല. എന്താ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു. കർത്താവ് എന്താണ് അരുളി ചെയ്തത്? കർത്താവ് അവളോട് അരുളി ചെയ്തത് എന്താണ്? മനുഷ്യാവതാരത്തിൻ്റെ സമയത്ത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് 1:33. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 1:33. യാക്കോബിന്റെ ഭവനത്തിന്മേൽ പറഞ്ഞ യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അപ്പൊ അവന് മരണമില്ല, മരണത്തെ അവൻ ജയിക്കുമെന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇംപ്ലിസിറ്റ്. ഇതാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നോ അമ്മയോടാണ് ആദ്യം പറയണത്. അമ്മ എന്ത് ചെയ്തു? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല, അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആദ്യം പിതാവായ ദൈവം മാലാഖയിലൂടെ അമ്മയോട് പറയുമ്പോഴേ, എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും, നിന്നോട് പറഞ്ഞില്ലേ മേരി, അപ്പായി പറഞ്ഞില്ലേ അവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അതുതന്നെ എനിക്കും പറയാനുള്ളത്. നിന്നെ ബ്ലെസ് ചെയ്തിരിക്കണം അപ്പ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പറഞ്ഞത് നീ വിശ്വസിച്ചു. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങളെ വിശ്വസിച്ച നീ, കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആദ്യമായി സാക്ഷിയായി ജീവിച്ച് വിശ്വസിച്ച നീ ഭാഗ്യവതി. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ കരവേൽ പൂർണ്ണമായി സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണരട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണരട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ പുനരുദ്ധാനത്തിന്റെ പ്രഥമ സാക്ഷി ആരാണ്? അമ്മയാണ്. അമ്മയുടെ ജീവിതം മുഴുവനും അപ്പോസ്തലന്മാർ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവ് പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ എല്ലാവരും മഗ്ദലന മറിയം ഉൾപ്പെടെ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ്. അമ്മയുടെ ജീവിതം തന്നെ പുനരുദ്ധാനത്തിൻ്റെ ജീവിതം സാക്ഷിയായിട്ട് ജീവിക്കുകയും. എന്താ കാര്യം? കർത്താവ് അരുളി ചെയ്യുന്നത് 1:33 പറഞ്ഞു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, അതായത് 1:33 എന്താ പറഞ്ഞത്? വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ 16-14 വായിച്ചു. ആ വരാൻ പോകുന്ന കാര്യങ്ങളാണ് മാലാഖ 1:33 പറയണത്. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ലെന്ന്, അവൻ മരിച്ചാലും പുനരുദ്ധാനം ചെയ്യുമെന്ന്. അതാണ് എലിസബത്തിൻ്റെ വീട്ടിൽ 1:45 ലുക്ക പറയണത്. മേരി, നീ ബ്ലെസ്സഡ് ആണ്. എന്താണ് കാരണം? കർത്താവ് നിങ്ങളുടെ അളിച്ചത് കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. അതായത് എന്താണ് വിശ്വസിച്ചത്? കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ നീ വിശ്വസിച്ചു. അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മറിയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്. ഈശോയെ കാണാതെ വരുമ്പോൾ ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും. അപ്പോൾ ഈശോ പറയും, മേരി, യു നോ ഇറ്റ്. നിങ്ങൾക്കറിയാം. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ അറിയാമയ്ക്ക് കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കുരിശിൻ്റെ വഴികളിലൂടെ എല്ലാം ബോധം കെട്ട് വീഴാതെ യോഹന്നാൻ പറയും, കണ്ടില്ലേ അമ്മയുടെ നിപ്പ് കണ്ടില്ലേ? പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട് മരിച്ചു കിടക്കുന്ന മകൻ്റെ മുമ്പിൽ ഏതെങ്കിലും അമ്മ ഇങ്ങനെ നിൽക്കുമോ? ഏതമ്മയാലും ബോധം കെട്ട് താഴെ വീണ് കിടക്കത്തില്ലേ? കണ്ടില്ലേ നിൽക്കണ നിപ്പ് കണ്ടില്ലേ? എന്താണ്? അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ആരായിട്ട് നിന്ന്? ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട്. ഇപ്പം നിന്നതല്ലല്ലോ, മംഗളവാർത്ത കാലം മുതൽ തന്നെ അവർ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. എന്താണ് സംഗ്രഹിക്കണത്? എല്ലാത്തിൻ്റെ അവസാനം എൻ്റെ മകൻ ദൗത്യം പൂർത്തിയാക്കി പുനരുദ്ധാനം ചെയ്യും, ലോകത്തിൻ്റെ രക്ഷ കൈവരും. രക്ഷയെ ധ്യാനിച്ചുകൊണ്ടാണ് അമ്മ എല്ലാ ക്രിസ്തുവിലൂടെ സംഭവിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തിലൂടെ വരാൻ സമാഗതമാകാൻ പോകുന്ന മനുഷ്യൻ്റെ രക്ഷയെ ധ്യാനിച്ചുകൊണ്ട് അമ്മ ഒറ്റ വാക്കിൽ ഒതുക്കും. എന്താണ്? മേരി ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കയ്യടിക്കട്ടെ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാം, സർവശക്തിയോടെ എഴുന്നള്ളുകയാ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാം, സർവശക്തിയോടെ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കൂ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് മാതാവ് നൽകുന്ന ജീവിത ദർശനം എന്ന് പറയുന്നത്. ഇതാണ് ഉടമ്പടിയുടെ ദർശനം. ഉടമ്പടി ജീവിത ദർശനം എന്താണ്? എന്ത് സംഭവിച്ചാലും അത് അപ്പായുടെ തിരുമനസ്സിൻ്റെ കീഴ്പ്പെടുന്നുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോൾ അമ്മ ഉള്ളിൽ പറയുന്നതാണ്, ഞാൻ സാക്ഷിയാണ്. എന്തിൻ്റെ സാക്ഷിയാണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി. ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നന്മയും തിന്മയും വരാം. പക്ഷേ ക്രിസ്ത്യാനിക്കോ വിശ്വാസിക്കോ തിന്മയില്ല. എന്താ കാര്യം?
എല്ലാ തിന്മകളിലും കുരിശൊരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ മഹത്വവൽക്കരിക്കപ്പെട്ടത്. മുൾക്കിരീടം ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ പാപത്തിന്മേൽ അധികാരം സ്ഥാപിച്ചത്. അവൻ്റെ തിരുവിലാലും മുറിവ് ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് ആ സ്നേഹിച്ച് ലോകത്തെ കീഴടക്കിയത്. അത് ലോകത്തെ കീഴടക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു, ഞാൻ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, കുരിശുകളുണ്ടാവും, തിരുവിലാൽ മുറിവുണ്ടാവും, മുൾക്കിരീടമുണ്ടാവും. എങ്കിലും ധൈര്യമായിരിക്കുവൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ പുനരുത്ഥാനത്തെ സാക്ഷിയാകാൻ ഓർത്തുകൊണ്ട് മാതാവിനെപ്പോലെ സാക്ഷ്യം വഹിക്കുവാൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തരാകാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ. നന്ദി, ആരാധന, മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവരേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവരേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്ന ഇന്നലെ നമുക്ക് നടന്നത് 33 സാക്ഷ്യങ്ങളാണ്. ഗ്രേഡായിട്ടുള്ള വലിയ സാക്ഷ്യങ്ങളാണ്. നമ്മളെ ദൈവം വചനവും വചനാധിഷ്ഠിതമായ ജീവിതവും കർത്താവിൻ്റെ പുനരുത്ഥാനവും സുവിശേഷ സാക്ഷ്യവും ഒക്കെ വളരെ ഗുരുതരമായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് ചേർത്ത് നൽകുന്നതാണെന്നാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്തം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴേ നിങ്ങൾ പരസ്പരം ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ ഈ സമയത്ത് ഉടമ്പടി മുഴുവൻ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യും പ്രാർത്ഥനയിൽ. പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി മക്കൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചാൽ മതി. ഞാൻ വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി ശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവെ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാണ്. ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാണ്. ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം. കർത്താവേ നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം. കർത്താവേ നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം. അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ, അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ, ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. സുവിശേഷ സാക്ഷിയാകാൻ പ്രത്യേക അഭിഷേകം ലഭിക്കട്ടെ. കർത്താവെ, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവെ വീടിലെ വേദന വിട്ടുമാറാത്തവര്, ജീവിതമാർഗം പൊട്ടിപ്പോയവര്, ജോലി, പഠനം, പരീക്ഷ, കർത്താവെ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സംഘർഷത്തോടെ ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സാന്ത്വനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പോകാനിരിക്കുന്നവർ, ആശുപത്രി കിടക്കുന്നവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞു വിട്ട് താമസിക്കുന്നവർ, കർത്താവെ മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, ഡൈവേഴ്സ് കർത്താവെ ഡൈവേഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിൽ അകപ്പെട്ടു പോയവർ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സഹകരണ ഈശോയെ നിലകേണ്ട മക്കൾ, തെറ്റായ പ്രണയത്തിൽ കുടുങ്ങിയവർ, അതുപോലെ പ്രണയത്തിൽ കുടുങ്ങിപ്പോയവർ, കുടുംബത്തിന് ദോഷമുണ്ടാക്കുന്നവർ, കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക തകർച്ചയും ജീവിത തകർച്ചയും കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളും സുഖങ്ങൾക്ക് വേണ്ടി ജീവിതത്തെയും മാതാപിതാക്കന്മാരെ വിട്ടെറിഞ്ഞ് പോയിട്ടുള്ള ബുദ്ധിമോശം കാണിച്ചുള്ള വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ കർത്താവിൻ്റെ ആത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ
സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലി ഇല്ലാത്തവരെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജപ്തി നടപടി നടക്കുന്നവരെ, അതിലകപ്പെട്ടു പോയിരിക്കുന്നവരെ, ഒറ്റ പാട്ടം, അതുപോലെ തന്നെ അതിലേക്ക് അകപ്പെട്ടിരിക്കുന്നവരെ, ജീവിത മാർഗമില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, തിരിച്ചു പോരാൻ പോകുന്നവരെ, വിസ നഷ്ടപ്പെട്ടവരെ, പലതരത്തിൽ കർത്താവെ വിസ പുതുക്കി കിട്ടാത്തവരെ, അന്യനാടുകളിൽ വേദന അനുഭവിച്ച് ജീവിക്കുന്നവരെ, കർത്താവേ എല്ലാ മക്കളുടേക്കും ദൈവത്തിനൊക്കെ സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. കർത്താവിൻ്റെ ആത്മാവ് ഇടിത്തീ പോലെ, കർത്താവിൻ്റെ ആത്മാവ് ഏലിയായി നിവസിച്ച പരിശുദ്ധാത്മാവ്, ദാവീദ് നിവസിച്ച പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തു നിവസിച്ച പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാർ ഇറങ്ങി വെച്ച പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടെ, അഭിഷേകം ചെയ്യപ്പെട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കോശങ്ങളും പേശികളും യേശുവിന്റെ നാമത്തിൽ പെരുമഴ പോലെ, കൊടുങ്കാറ്റ് പോലെ വീശി അടിക്കട്ടെ. ആത്മാവിനെ വീശടിക്കട്ടെ, ആത്മാവ് വീശടിക്കട്ടെ. യേശു നാമം ദൈവവിളികളില്ലാത്ത കുടുംബങ്ങള്, ദൈവവിളികൾക്ക് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളുള്ളവര്, ദൈവവിളി നഷ്ടപ്പെടാൻ പോകുന്നവര്, എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കും, പുതിയ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് എല്ലാവരും ദൈവത്തിന്റെ കണ്ടെത്തരട്ടെ. പവർ ആൻഡ് ഗ്രേസ്. കൈയടിച്ചുകൊണ്ട് പാടറേ. ആത്മശക്തിയെ ഇറങ്ങി വാ, ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശക്തിയെ ഇറങ്ങി വാ, ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരിക്കുവാ, ആത്മശക്തിയായൊഴുകി എന്നിരിക്കുവാ, ആത്മനദിയായൊഴുകി എന്നിരിക്കുവാ, ആത്മശക്തിയായൊഴുകി എന്നിരിക്കുവാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി വാ, ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. മുട്ടേ നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത വിഷയത്തിന്മേലും പുതുക്കാൻ പോകുന്ന വിഷയത്തിന് മേലും മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയെ പോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മൗനസമർപ്പണം ചെയ്ത് പുനരുദ്ധാനത്തിൻ്റെ ആദ്യ സാക്ഷ്യം വഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ